സക്സസ്ഫുൾ പേരൻറ്റിങ്, അങ്ങനൊരു പേരൻറ്റിങ് ഉണ്ടോ? അതായത് പേരൻറ്റിങ് എന്ന് പറയുന്നത് ഒരു ചൈൽഡ്ഹുഡിൽ കൂടെ ട്രാവൽ ചെയ്ത് അഡൽട്ട്ഹുഡിലെത്തും, 18-നും 21 വയസ്സിനും ഇടയ്ക്ക്. ഈ സമയത്ത് കാര്യപ്രാപ്തിയുള്ളൊരു കുട്ടിയായിട്ട് നമ്മളുടെ കുഞ്ഞ് വളർന്നു വരണം എന്നുണ്ടെങ്കിൽ അതിനൊരു സക്സസ്ഫുൾ പേരൻറ്റിങ് ആവശ്യമാണ്. എന്താണ് ഈ സക്സസ്ഫുൾ പേരൻറ്റിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അല്ലെങ്കിൽ എല്ലാ പേരൻസും ആഗ്രഹിക്കുന്നത് അവർക്ക് നടക്കാതെ പോയ എന്തൊക്കെയോ ആഗ്രഹങ്ങൾ നമ്മളുടെ കുട്ടികളിലൂടെ നടക്കണം എന്നാണ് അല്ലേ? സക്സസ്ഫുൾ പേരൻറ്റിങ് ദാറ്റ് ഈസ് നമ്മളുടെ കുട്ടി നല്ല മാർക്ക് വാങ്ങിക്കണം, നല്ല വ്യക്തിയായി വളരണം, എല്ലാവരോടും നന്നായി പെരുമാറണം, നമ്മളെ വയസ്സുകാലത്ത് നന്നായി ടേക്ക് കെയർ ചെയ്യണം. ഇതെല്ലാ പേരൻസും ആഗ്രഹിക്കുന്നുണ്ട്. നല്ല മാർക്ക് വാങ്ങണം എന്നതിനപ്പുറം പരാജയങ്ങളെ അഭിമുഖീകരിക്കണം, മികച്ച വ്യക്തിയായിരിക്കണം, നല്ലൊരു സോഷ്യൽ ജീവിയായിരിക്കണം, സൊസൈറ്റിയോട് അവന് കർത്തവ്യങ്ങളുണ്ട്, ഫാമിലിയോട് അവന് കർത്തവ്യങ്ങളുണ്ട്, മാതാപിതാക്കളോട് അവന് കർത്തവ്യങ്ങളുണ്ട്, ഡിസിപ്ലിൻഡ് ആയിരിക്കണം, മെൻ്റലി സ്ട്രോങ് ആയിരിക്കണം. മാർക്ക് എന്നതിലപ്പുറം മാർക്ക് വേണ്ടേ? മാർക്കിന് വേണ്ടി സ്ട്രഗിൾ ചെയ്യുന്ന അല്ലെ പുഷ് ചെയ്യുന്ന പേരൻസ് റോങ് ആണെന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല. അവർക്ക് ചിലപ്പോൾ മാർക്ക് കുറഞ്ഞതുകൊണ്ട് ഇന്നടുത്ത് അഡ്മിഷൻ കിട്ടാതെ പോയ പേരൻസ് ആയിരിക്കും നമ്മൾ. അപ്പോൾ നമ്മളെ പേരൻറ്റിങ്ങിനെ കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. എവരി പേരൻറ്റ് ഈസ് ഡിഫറെൻറ്റ്, എവരി പേരൻറ്റിങ് സ്റ്റൈൽ ഈസ് ഡിഫറെൻറ്റ്. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് രാജ്യത്തിന് വേണ്ടുന്ന ഒരു പൗരനെ, സൊസൈറ്റിക്ക് വേണ്ടുന്ന ഒരു വ്യക്തിയെ ഡിസിപ്ലിൻഡായിട്ട് അവനവന് വേണ്ടുന്ന കരിയറുള്ള പരാജയങ്ങളെ, റിജക്ഷനെ അഭിമുഖീകരിക്കാൻ കഴിയുന്ന മെൻ്റൽ സ്റ്റെബിലിറ്റി ഉള്ള ഒരു കുഞ്ഞിനെ ഉണ്ടാക്കുക എന്നതാണ് സക്സസ്ഫുൾ പേരൻറ്റിങ്. സക്സസ്ഫുൾ പേരൻറ്റിങ്ങിനെ പറ്റിയിട്ട് പറയുമ്പോൾ ഒരു കുഞ്ഞ് ജനിക്കുമ്പോഴാണ് ശരിക്കും ഒരു പേരൻറ്റും അവർക്കൊപ്പം ജനിക്കുകയാണ് ചെയ്യുന്നത്. ആം ഐ റൈറ്റ്? അതായത് ഒരു കുഞ്ഞ് ജനിക്കുന്നതോടെയാണ് ഒരു പേരൻറ്റ് ജനിക്കുന്നത്. കുഞ്ഞ് വളരുന്നു, അതിനനുസരിച്ച് അവൻ സംസാരിക്കുന്നതിൽ നമ്മുടെ അഡ്വൈസസ്, അതായത് പേരൻസിൻ്റെ അഡ്വൈസസ് കേൾക്കുന്നതിനേക്കാൾ മുൻപ് അവൻ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? അവൻ അല്ലെങ്കിൽ അവൾ ഒബ്സർവ് ചെയ്യും. നമ്മൾ കുഞ്ഞിനോട് പറയുന്നു കള്ളം പറയരുത്, പക്ഷേ കുഞ്ഞ് നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോൾ നമ്മളിന്ന് രാവിലെ ഇഡലി കഴിച്ചിട്ട് അപ്പുറത്തെ ചേച്ചിയോട് ഞാൻ മസാല ദോശ കഴിച്ചതെന്ന് പറയുന്നു. അവർ എക്സാമ്പിൾസിലൂടെ ആണ് നോക്കിക്കാണുന്നത്. അവർ ആദ്യം ഒബ്സർവ് ചെയ്യും, പിന്നെയാണ് അവർ പറയാൻ പഠിക്കുന്നത്. ശ്രദ്ധിച്ചിട്ടില്ലേ? കുഞ്ഞു പിള്ളേർ നമ്മളുടെ ആദ്യം ചെയ്യുന്നത് നമ്മളുടെ ചപ്പൽസ് എടുത്തിടുക ആണ്. അത് നമ്മളെങ്ങനെയാണ് ഇടുന്നതെന്ന് നോക്കിക്കണ്ടിട്ട് ഇടുമ്പോൾ എല്ലായ്പ്പോഴും തിരിഞ്ഞു പോകും. അതാണ് നമ്മുടെ ലൈഫിലെ ആദ്യത്തെ തെറ്റ് എന്ന് പറയുന്നത്. അത് തിരിച്ചായിരിക്കും എല്ലായ്പ്പോഴും ഇടുന്നത്. പക്ഷേ അവർ നമ്മളിടുന്ന ചെരുപ്പുകൾ ഇടാനായിരിക്കും എല്ലായ്പ്പോഴും അവർക്ക് താല്പര്യം. ഹോം അല്ലെങ്കിൽ വീടാണ് എല്ലായ്പ്പോഴും ആദ്യത്തെ സ്കൂൾ. അവിടെ നമ്മൾ പഠിപ്പിക്കുന്ന കാര്യങ്ങളിലല്ല, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യുന്നതിലാണ് ഒരു കുഞ്ഞിൻ്റെ ആദ്യത്തെ പാഠം, ദ ഫസ്റ്റ് ലെസൺ ഓഫ് ദെയർ ലൈഫ് എന്ന് പറയുന്നത്. അതായത് പേരൻറ്റ് ജനിക്കുകയാണ്, അതുവരെ നമുക്ക് പല പോരായികയുണ്ടായിരിക്കും. ആ കുഞ്ഞ് ജനിക്കുമ്പോൾ ഇന്ന് തൊട്ട് എന്നെ ഒരു CCTV ക്യാമറ നോക്കി കാണുന്നു എന്നുള്ള രീതിയിൽ തന്നെ വേണം നമ്മൾ ഓരോ കാര്യങ്ങളും പെരുമാറാൻ. കുഞ്ഞിനൊപ്പം ഒരു പേരൻ്റാണ് ജനിച്ചിരിക്കുന്നത്, നമ്മളൊരു റോൾ മോഡലായിരിക്കുകയാണ്. കുട്ടിക്ക് ആവശ്യം ആക്ച്വലി ലവ് അല്ല, അൺകണ്ടീഷണൽ ലവ്. അതായത് നമ്മളെപ്പോഴും കണ്ടീഷൻസ് അപ്ലൈഡ് ആയിരിക്കും. നമ്മുടെ കുട്ടിക്ക് മാർക്ക് കുറഞ്ഞാൽ അപ്പുറത്തെ ആൾക്ക് അല്ലെങ്കിൽ അപ്പുറത്തെ കുട്ടിക്ക് ഇത്രയും മാർക്കുണ്ട്, അപ്പുറത്തെ ആൾ നിനക്കില്ല, നീ മണ്ടനാണ്, നീ അവരെക്കാൾ മണ്ടിയാണ്, അല്ല ഞാൻ എൻ്റെ ചെറിയ പ്രായത്തിൽ ഇത്രത്തോളമൊക്കെ ചെയ്തിരുന്നു, നീ ഇത്രയും ചെയ്തില്ല. അപ്പോൾ അവർക്ക് സ്നേഹം നിഷേധിക്കപ്പെടുകയാണ്. കുഞ്ഞു പ്രായത്തിൽ, എസ്പെഷ്യലി ഒരു 13 വയസ്സ് വരെ, ആ പ്രായം വരെയാണ് നമ്മൾ പീഡിയാട്രീഷ്യനെ നമ്മുടെ കുട്ടികളെ കാണിക്കുന്നത്. ആ പ്രായം വരെയെങ്കിലും അവർക്ക് അൺകണ്ടീഷണൽ ലവ്. എന്നാൽ മാത്രമേ തെറ്റുപറ്റും. വീഴാൻ പഠിക്കുമ്പോൾ നമ്മൾ പുറത്തോട്ടിറങ്ങുമ്പോൾ നമ്മുടെ കുട്ടി ഹോം അറ്റ്മോസ്ഫിയറിൽ നിന്ന് പുറത്തേക്ക് സ്കൂളിലേക്ക് ഒക്കെ പോകുമ്പോൾ തെറ്റ് സംഭവിക്കും, അവർ കള്ളത്തരങ്ങൾ കാണിക്കും. പക്ഷേ അത് വന്നു പറഞ്ഞാൽ എന്നെ കറക്റ്റ് ചെയ്യും, ഒരു കറക്റ്റീവ് പേരൻ്റ് ആവും, അത് കറക്റ്റ് ചെയ്യും എന്നുള്ള ഉറപ്പുള്ളൊരു വ്യക്തിക്ക് മാത്രമേ നല്ലൊരു അഡൽട്ടിനെ ഗ്രോ ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലാതെ പറഞ്ഞു കഴിഞ്ഞ് ഞാൻ ശിക്ഷിക്കപ്പെടും എന്ന് ചിന്തിക്കുന്ന ശിക്ഷകൾ ആവശ്യമാണോ എന്ന് ചോദിച്ചാൽ ആണ്.
പക്ഷേ എനിക്ക് കിട്ടുന്ന സ്നേഹം കുറയും. അതുകൊണ്ടല്ലേ പലപ്പോഴും എക്സാം പേപ്പേഴ്സ് കുട്ടികൾ കാണിക്കാതിരിക്കുന്നത്, ഈ എക്സാമിന് ഇത്രയേ ഉള്ളൂ, അടുത്ത എക്സാമിന് നീ ഇത് ചെയ്തേ പറ്റുള്ളൂ, അല്ലെ നീ അന്ന് പഠിക്കാഞ്ഞതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. പക്ഷേ ദിസ് ടൈം ഞാൻ ഓക്കെ, പക്ഷേ ഞാൻ എൻ്റെ സേവിങ്സ് ചിലവാക്കുന്നതോ അല്ലെങ്കിൽ നിന്നെ നല്ല വിദ്യാഭ്യാസം തരുന്നതോ പഠിക്കാൻ വേണ്ടി തന്നെയാണ്, പഠിച്ചേ മതിയാകൂ. വയലൻസ്, അടി, ഈ ഒച്ചപ്പാട്, ഇതൊന്നും ഒരു കുഞ്ഞിനെയും നല്ല അഡൽട്ടാക്കിയ ചരിത്രമില്ല. ഐ റിപ്പീറ്റഡ്ലി സേ ദാറ്റ് വീട്ടിനകത്തെ വയലൻസ് ആ കുഞ്ഞിനെ ഭയങ്കരമായി ബാധിക്കും. ഡിസിപ്ലിൻ വേണം, എന്നാൽ ഫിയർ അല്ല, പേടിയല്ല അവനോ അല്ലെ അവൾക്കോ ആവശ്യം. കാരണം ഒബീഡിയൻറ്റ് ചൈൽഡ്, സാറ്റർഡേ രാവിലെ ആയിക്കഴിഞ്ഞാൽ അമ്മ പറയും വാട്ട് ടു ഡു, എക്സ്ട്രാ എന്തെങ്കിലും കരിക്കുലർ ആക്ടിവിറ്റീസുകളുണ്ടെങ്കിൽ പോകണം, അത് കഴിഞ്ഞ് വന്നാൽ എന്ത് ചെയ്യണം, നെക്സ്റ്റ് എന്ത് ചെയ്യണം, അതിനുശേഷം എപ്പോഴും ടി വി കാണണം. ഇൻ ദ ആബ്സെൻസ് ഓഫ് ദാറ്റ്, അതായത് ഇൻ ദ ആബ്സെൻസ് ഓഫ് ദാറ്റ് മദർ, ആ കുട്ടിക്ക് എങ്ങനെ ആ ഡേ മാനേജ് ചെയ്യണമെന്ന് അറിയത്തില്ല. അതായത് എല്ലാം ഒബീഡിയൻ്റ് ഒരു ചൈൽഡിനെ, അനുസരണയുള്ളൊരു കുട്ടിയെ, ഡിസിപ്ലിൻ ആവശ്യമാണ്, അനുസരണ വേണം. നമ്മൾ മറ്റുള്ളവരെ കുട്ടികൾ കൊച്ചു പ്രായത്തിൽ ഉപദ്രവിക്കുക, അവർക്ക് ഡിസ്കംഫോർട്ട് ഉണ്ടാക്കുക, നമ്മൾ എസ്പെഷ്യലി ട്രാവൽ ചെയ്യുന്ന സമയത്ത് കണ്ടിട്ടുണ്ട്. പക്ഷേ അങ്ങനെയല്ല, ഒബീഡിയൻ്റ് ചൈൽഡ് എന്നതിനപ്പുറം ഒരു റെസ്പോൺസിബിൾ ചൈൽഡ്, അതായത് രാത്രി 10 മണിയായി ഫോൺ മാറ്റി വയ്ക്കൂ, നീ കിടന്നുറങ്ങൂ എന്ന് പറയുന്നതിനപ്പുറം, ഇന്ന് രാത്രിയിൽ ഇപ്പോൾ കിടന്നുറങ്ങിയാലേ രാവിലെ ഫ്രഷായിട്ട് എഴുന്നേറ്റ് സ്കൂളിൽ പോകാൻ പറ്റുള്ളൂ, സ്കൂൾ ബസ് വരുമ്പോൾ നീ റെഡി ആവുള്ളൂ, അല്ലാതെ ഇവിടെ ഇങ്ങനെ ഫോണിൽ കുത്തിക്കളിച്ചിരുന്നിട്ട് കാര്യമില്ല. റെസ്പോൺസിബിലിറ്റി, അതായത് ആ കുഞ്ഞിന് നാളെ രാവിലെ ഞാൻ ഫ്രഷായിട്ട് വേണം സ്കൂളിൽ പോകാൻ എന്നുള്ള റെസ്പോൺസിബിലിറ്റി ഉണ്ടാവുക. കർക്കശമായിട്ടും പറയാം, നീ ഈ ഫോൺ എടുത്ത് വയ്ക്കൂ. പിന്നെ ഇത് പേരൻറ്റിങ് ആണ്, ദെയർ ഈസ് നോ സക്സസ്ഫുൾ അല്ലെ നോ റൂൾസ് ഫോർ ദ പേരൻറ്റിങ്. ആ പേരൻറ്റും ജോലി കഴിഞ്ഞിട്ട് വന്നിട്ടുള്ളതാണ്, ആ പേരൻറ്റിനും നെക്സ്റ്റ് ഡേയിലേക്ക് പ്രിപ്പയർഡ് ആവേണ്ടത്. നമ്മളെല്ലാവരും ജോലി ചെയ്യുന്ന ലേഡീസിനറിയാം, എസ്പെഷ്യലി ലേഡിയുടെ ഉത്തരവാദിത്വം അല്ല പേരൻറ്റിങ്, പേരൻസിൻ്റെ കൂട്ടമായ അച്ഛൻ്റെയും അമ്മയുടെയും ഒരുമിച്ചുള്ള തീരുമാനമാണ് പേരൻറ്റിങ്. പക്ഷേ ആ ജോലി കഴിഞ്ഞിട്ട് വന്നിട്ടുള്ള അമ്മയ്ക്ക് ശാരീരിക ബുദ്ധിമുട്ടുകളുണ്ടായിരിക്കും, വീട്ടിലെ കുക്കിംഗ് റിലേറ്റഡ് കാര്യങ്ങൾ ചിലപ്പോൾ നോക്കാനുണ്ടായിരിക്കാം, ചിലപ്പോൾ ഒരു ഹസ്ബൻഡ് വൈകി വരുന്ന ആളായിരിക്കാം. അങ്ങനെയുള്ള സമയത്ത് കർക്കശമായി തന്നെ നമ്മൾ കുട്ടികളോട് ഞാൻ പറയുന്നതിനൊന്നും ഒരു എക്സാക്റ്റ് സക്സസ്ഫുൾ പേരൻറ്റിങ് അല്ലെങ്കിൽ അങ്ങനെ ഒരു ബുക്കുകളിലൂടെ ഐ ഗോ ത്രൂ. അപ്പം അത് ലാസ്റ്റ് ഡിസ്ക്ലൈമർ വരുന്നത് എന്താണ്, ദെർ ഇസ് നോ, അതുകൊണ്ട് ഇങ്ങനെയൊക്കെ വളർത്തിയ ആരും സക്സസ്ഫുൾ പേരൻ്റ് ആയിട്ടില്ല, സക്സസ്ഫുൾ കിഡായിട്ടില്ല, അതേപോലെ അഡൽട്ട് ആയിട്ടില്ല. എല്ലാ പട്ടാള ചിട്ടയിലും വളർത്തുന്ന, നമ്മൾ പറയുന്ന ഒരു വാക്കുണ്ട്, പട്ടാളക്കാരെ അധിക്ഷേപിക്കുകയല്ല, ബട്ട് പട്ടാള ചിട്ടയിൽ വളർത്തിയാലും കുട്ടികൾ ഇറസ്പോൺസിബിൾ ആയിട്ടുള്ള കുട്ടികൾ വളർന്നു വരും. അവർക്ക് പരാജയങ്ങളെ അല്ലെങ്കിൽ ഒരു ദിവസത്തെ അവർക്ക് മാനേജ് ചെയ്യാൻ അറിഞ്ഞുകൂടാത്ത കിഡ്സ്. നമ്മൾ പേര് ഞാൻ മറന്നുപോയി, സുരേഷ് ഗോപിയുടെ ഒരു ഫിലിമുണ്ട്, വളരെ ചിട്ടയിൽ മാത്രം വളർത്തുന്ന, ഞാൻ ഇനി എന്ത് ചെയ്യണം. ഇന്ന് വന്നിട്ട് 21 വയസ്സിൽ ജോലി കിട്ടിക്കഴിയുമ്പോൾ സുരേഷ് ഗോപി വന്നിട്ട് സീനിയർ ഡബിൾ റോളാണ് വന്നിട്ട് ചോദിക്കുന്ന ഒരു ക്യാരക്ടർ. ശരിയാണ്, 21 വയസ്സിൽ എനിക്ക് ജോലിയായി, ഞാൻ ഇൻഡിപെൻഡൻ്റായി, ഇനിയിപ്പോൾ എന്ത് ചെയ്യണം എന്നോട് പേരൻസിനെ ചോദിക്കുന്ന ഒരു കിഡായിരുന്നു ഞാനും 18 വയസ്സ് വരെയും. ഇന്ന് ഏത് ഡ്രസ്സ് ഇടണം എന്ന് ചോദിക്കുന്ന ഒരു കിഡ്. കാരണം ഐ ഡോണ്ട് നോ ഹൗ ടു മാനേജ് ഇറ്റ്. അത് പിന്നീട് ഒറ്റയ്ക്കൊരു ജീവിതവും കുടുംബവും ഒക്കെ ആകുമ്പോൾ അത് പഠിക്കാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുന്നു. കാരണം പേരൻസിന് ഒരുപാട് കാത്തിരുന്ന് കുട്ടികളുണ്ടാകുമ്പോൾ അവർക്കെല്ലാം ചെയ്തു കൊടുക്കാനുള്ള ഒരു ടെൻഡൻസി നമുക്കുണ്ട്. മാർക്സിൽ നമ്മൾ പിടിക്കുന്ന ഒരു കടമ്പിടുത്തം, മാർക്ക് വേണം, മാർക്ക് ഉണ്ടെങ്കിലേ അടുത്ത അഡ്മിഷൻ കിട്ടത്തുള്ളൂ, അപ്ഗ്രേഡ് ചെയ്യത്തുള്ളൂ. മാർക്ക് എന്ന് പറയുന്നത് ഒരു ക്രൈറ്റീരിയ തന്നെയാണ്. അതായത് ഒരിടത്തുനിന്ന് അടുത്തിടത്തിലോട്ട് 10th +2 +2 കോഴ്സിലേക്ക് അടുത്ത നിങ്ങൾ ഓപ്റ്റ് ചെയ്യുന്ന കോഴ്സിലേക്ക് ഓപ്റ്റ് ചെയ്യുന്ന ഒരു MNCയുടെ ഇൻ്റർവ്യൂവിലേക്ക് പോലും അത് ഫസ്റ്റ് തിങ് ഈസ് മാർക്ക് ഇറ്റ് സെൽഫ്. അതുകൊണ്ട് മാർക്കിന് വേണ്ടി പുഷ് ചെയ്യുന്ന പേരൻസ് ഒരു മോശക്കാരായ പേരൻസാ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല, എനിക്ക് പറയാൻ കഴിയുന്നില്ല. പക്ഷേ 75 മാർക്ക് മേടിച്ച ഒരു കുട്ടിയോട് നമുക്ക് പറയാം, മുനു എവിടെയാണ് നിനക്ക് 75 മാർക്ക്, ഇനി അടുത്ത പ്രാവശ്യം അവന് 1 മാർക്കെങ്കിലും എക്സ്ട്രാ ആയിട്ട് വരുമ്പോൾ അതേ അപ്പുറത്തെ പയ്യന് 80 ഉണ്ട്, നിനക്ക് 75 ഉള്ളൂ എന്ന് പറയുമ്പോൾ കോൺഫിഡൻസ് പോയി. അതായത് ആ കുട്ടിയോടൊരു പേഴ്സണൽ വൈരാഗ്യം നമ്മളുണ്ടാക്കി. അവന് 80 ഉണ്ട്,
തിരിച്ചു ഒരു സഭ്യമായ ഭാഷയല്ലേ 80 ഉണ്ട് കണ്ടോ, അവൻ കുറച്ച് സമയം കൂടെ എഡ്യൂക്കേഷനിലല്ലേ പഠിക്കാൻ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്, നിനക്കും ആകാമായിരുന്നു. നെക്സ്റ്റ് ടൈം അവന് മാർക്ക് കൂടിയിട്ടുണ്ടെങ്കിൽ യു ക്യാൻ കൺഗ്രാജുലേറ്റ് ഹിം. ദാറ്റ് മീൻസ് അവനുണ്ടാകുന്ന ആ ഒരു പ്രോഗ്രസ് മീൻസ് ഇറ്റ് ഇൻ ടു ദി പെർഫെക്ഷൻ. എന്നെക്കൂടെ കഴിയുന്നൊരു കോൺഫിഡൻസ് ഒരു കുഞ്ഞിന് കൊടുത്താലുണ്ടല്ലോ, അത് ഭയങ്കരമായ മാറ്റം അവനിൽ അല്ലെങ്കിൽ അവളിൽ ഉണ്ടാക്കും. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, ഭയങ്കരമായ ഒരു മാറ്റത്തിൻ്റെ തുടക്കമാണ് സത്യത്തിൽ നമ്മളവരെ കൺഗ്രാജുലേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. അവൻ്റെ അല്ലെങ്കിൽ അവളുടെ ഓബ്സ്റ്റക്കിൾസിനെ റിമൂവ് ചെയ്യുന്ന ഒരു പേരൻറ്റ്, അത് നമുക്ക് കുറച്ച് കാത്തിരുന്നൊരു കുട്ടി ഉണ്ടാകുമ്പോൾ, ഐ എം സിംഗിൾ കിഡ്, ഞാനൊരു ഒറ്റ മോളാണ് വീട്ടിലെ. അപ്പോൾ എല്ലാ ഫ്രണ്ട്സുമായിട്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അമ്മ ഓർ അച്ഛൻ നീഡ് ടു സോർട്ട് ഔട്ട്. അമ്മ അല്ലെങ്കിൽ അച്ഛൻ അത് പരിഹരിക്കണം, ടീച്ചേഴ്സും ആയിട്ട് അങ്ങനെ ഒക്കെ പ്രശ്നം ഉണ്ടാക്കുന്ന കൂട്ടത്തിലായിരുന്നു ഞാൻ. അതുകൊണ്ട് എനിക്കത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മൾ കുട്ടികളിൽ ഫ്രണ്ട്സുമായിട്ട് പ്രശ്നം ഉണ്ടാവട്ടെ, സോർട്ട് ഔട്ട് ചെയ്യണം. കുട്ടിയെ അതിൽ നിന്നൊരു കംഫർട്ടബിൾ സോണിലോട്ട് മാറ്റിയാൽ എക്സാം ഫെയിലുവർ സ്റ്റാർട്ട് ചെയ്ത് സ്പോർട്സ് ഫെയിലുവർ, ഫ്രണ്ട്ഷിപ്പ് ഫെയിലുവർ, എല്ലാം ചൂസ് ചെയ്യുന്ന ഫെയിലുവേഴ്സും നമുക്ക് ആജീവനാന്തം നിലനിൽക്കില്ല. ഒരു ടൈമിൽ നമ്മുടെ ഫ്രണ്ട്ഷിപ്സ് എല്ലാം ഫെയിലായി പോകും. അവിടുന്ന് റീകളക്ട് ചെയ്യുന്നവർ മാത്രമാണ് വീണ്ടും നമ്മുടെ ലൈഫിലെ ലോങ് ടൈം ഫ്രണ്ട്സ് ആവുന്നത്. അപ്പോൾ ഫ്രണ്ട്ഷിപ്പ് ഫെയിലുവർ, റിലേഷൻഷിപ്പ് ഫെയിലുവർ, അതിലൊക്കെ എന്താ പറയുന്നത്, ഇങ്ങനെ ഏതെങ്കിലും ഒരു ഫെയിലുവർ ഉണ്ടായ വർഷങ്ങളെടുത്ത് റിക്കവർ ചെയ്യുന്നൊരു വ്യക്തിയാണ് ഞാൻ. കാരണം വർഷങ്ങൾ വേണം അത് റിക്കവർ ചെയ്യാൻ. ഒരു കുട്ടിക്കാലത്തെ അല്ലെ 18 വയസ്സ് വരെയുള്ള ഇവരുടെ ഓബ്സ്റ്റക്കിൾസ് മാത്രമേ നമുക്ക് റിമൂവ് ചെയ്ത് കൊടുക്കാൻ പറ്റൂ. കുട്ടി കമന്ന് വീണിട്ട് ഇരിക്കാൻ തുടങ്ങുന്ന സമയത്ത് വീഴും. അതായത് ദിസ് റാബിറ്റ് ഈസ് ഗോയിങ് ടു ഫെയിൽ എന്നൊക്കെ പറഞ്ഞിട്ട്, ഗോയിങ് ടു ഫാൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ അതിനൊരു കമൻട്രി ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ എപ്പോഴെങ്കിലും നമ്മൾ അവിടുന്ന് പിടിച്ചെഴുന്നേപ്പിച്ച് ഇരിക്കേണ്ട എന്ന് തീരുമാനിച്ചിട്ടുണ്ടോ? ഇല്ല. അതേ ഫെയില്യൂഴ്സ് അവർ ഫ്യൂച്ചറിലും ഫേസ് ചെയ്യാൻ പോകുന്നുണ്ട്. റിലേഷൻഷിപ്പ് ഫെയില്യൂഴ്സ്, നമുക്ക് ഈ ഒബ്സ്റ്റക്കിൾസ് എല്ലാം ഒന്നും മാറ്റി കൊടുക്കാൻ പറ്റില്ല. നമ്മളുടെ ആബ്സെൻസിൽ അവർ ജീവിക്കേണ്ടിയവരാണ്. ഈ സൊസൈറ്റിയോട് ഒരു പെർഫെക്റ്റ് സൊസൈറ്റി, ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്തുമായിട്ട് സംസാരിച്ചു. ഈ സൊസൈറ്റി ഇങ്ങനെയാണെന്ന് പറഞ്ഞപ്പോൾ അവൻ എന്നോട് ചോദിച്ചു, വേർ ക്യാൻ യു ഫൈൻഡ് ദ പെർഫെക്റ്റ് സൊസൈറ്റി എന്നൊന്നുണ്ടോ? ഇല്ല. അപ്പോൾ ഈ സൊസൈറ്റി ഇവിടെയാണെങ്കിലും എബ്രോഡാണെങ്കിലും ചൈനയിലാണെങ്കിലും ജപ്പാനിലാണെങ്കിലും ദ സൊസൈറ്റി എല്ലാം മിക്സഡ് ആണ്. നെഗറ്റീവ്സ് ഉണ്ട്, പോസിറ്റീവ്സ് ഉണ്ട്. അതെല്ലാം തിരിച്ചറിയാൻ അവർ തന്നെ പഠിക്കണം. നമുക്ക് എന്നും ഇവരുടെ കൂടെ പോയിട്ട് ഇത് സോർട്ട് ഔട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ദേ നീഡ് ടു, അവർ ആയിക്കോട്ടെ, അവർക്ക് നഷ്ടം പറ്റിക്കോട്ടെ, അവരുടെ ടൈം വേസ്റ്റ് ആയിക്കോട്ടെ, പക്ഷേ അവിടെ നിന്ന് അവർ എഴുന്നേറ്റ് വരുമ്പോൾ കിട്ടുന്ന ഒരു സെൽഫ് കോൺഫിഡൻസ് ഉണ്ട്. അത് നിങ്ങൾ ആ പ്രായത്തിൽ പഠിപ്പിച്ചാൽ പോരാ, നിങ്ങൾ കൊച്ചിലെ തൊട്ട് തന്നെ അവരങ്ങനെ സർവൈവ് ചെയ്യാൻ നിങ്ങൾ പഠിപ്പിക്കുക. ഒബ്സ്റ്റക്കിൾസ് എല്ലാം മാറ്റി കൊടുക്കുമല്ല. ഒബ്സ്റ്റക്കിൾസ് ഉണ്ടാകുമ്പോൾ അവരത് എങ്ങനെ റിക്കവർ ചെയ്യുന്നു, അല്ലെങ്കിൽ അവരതെങ്ങനെ ആ ഒരു പാത്ത് മെയിൻറ്റെയിൻ ചെയ്ത് റിക്കവർ ചെയ്ത് അപ്പുറത്ത് എത്തുന്നു എന്നുള്ള കാര്യത്തിൽ വേണം നിങ്ങൾ ആസ് എ ഗുഡ് പേരൻറ്റ് യു നീഡ് ടു. ഇനി ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. എനിക്ക് പറ്റാതെ പോയ ഡ്രീമാണ് എൻ്റെ കുഞ്ഞിൽ കാണുന്നത്. എൻ്റെ അമ്മ അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ അവർക്ക് കഴിയാതെ പോയ ഒരു കാര്യമാണ് എന്നിൽ കാണുന്നത്. അപ് ടു ആൻ എക്സ്റ്റെൻറ്റ് അത് കറക്റ്റ് തന്നെയാണ്. എല്ലാ പേരൻസും കഴിഞ്ഞ കാലഘട്ടത്തിലും അതിന് മുൻപുള്ളവരും നമ്മളും അങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷേ ആ ഡ്രീമിനൊത്ത് നമ്മൾ വളർത്തി ഒരു ഏജ് ഗ്യാപ്പ്, അതേ എൻറ്റേഡ് ഇൻ ടു ദ ടീനേജ്. അപ്പം നമ്മൾ ടീനേജിലായിരുന്നപ്പോഴത്തെ ഒരു കാലാവസ്ഥ അല്ല ഇപ്പോഴത്തെ സൊസൈറ്റിയുടെ കാലാവസ്ഥ. അപ്പോൾ അവർ സ്വയം അത് അഡാപ്റ്റീവാണ്. അവരുടെ ഡ്രീം ചൂസ് ചെയ്യാൻ അവരൊരുങ്ങുമ്പോൾ ഞാൻ പറയുന്നത് കേൾക്കണം എന്ന് പ്രഷർ ചെയ്ത് കഴിഞ്ഞാൽ അവർ തിരിച്ചു പറയുന്നൊരു കാര്യമുണ്ട്. അതായത് നിങ്ങളുടെ കുട്ടിക്ക് ഒരു ഡ്രീമുണ്ട്, നിങ്ങൾക്ക് നടക്കാതെ പോയ ഡ്രീം കുട്ടിയിലൂടെ എന്നതൊരു പരിധി വരെ എത്തി. പിന്നെയും അവർക്ക് കോൺസിക്വൻസസ് പറഞ്ഞു കൊടുക്കാം. അതായത് നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്, നിങ്ങൾ എന്തുകൊണ്ടാണ് അത് ആ കരിയർ വേണ്ട എന്ന് പറയുന്നത്. ഈവൻ ഇഫ് ഗേൾ ഓർ ബോയ് അവർ ഫിസിക്കലി ഫിറ്റ് ആണെന്നുണ്ടെങ്കിൽ പിന്നെ എന്താ പറയുന്നത്, ഉറപ്പായിട്ടും അവരെ കരിയറിൽ ഫോക്കസ്ഡ് ആകുക. കരിയർ എന്ന് പറയുന്ന ഒരു പാർട്ട് മാത്രം ജീവിതത്തിൻ്റെ എന്നല്ല, കരിയറിൽ ഫോക്കസ്ഡ് ആയിരിക്കുക എന്നുള്ളത് അവരെ പറഞ്ഞ് തന്നെ ശീലിപ്പിക്കുക. വിത്തൗട്ട് എ ഫോക്കസ്ഡ് കരിയർ ഒന്ന് സ്കിപ്പ് ചെയ്തിരിക്കുന്ന ഒരാൾ ജീവിതത്തിൽ എങ്ങും എത്താതെ പോവും. ഒരു കരിയറിലും അവർ സക്സസ്ഫുൾ ആവാതെ പോവും.
സോ ആ ഒരു കാര്യത്തിൽ പേരൻസ് തീർച്ചയായിട്ടും ആ കാര്യത്തിൽ സക്സസ്ഫുൾ പേരൻറ്റ് നോട്ട് ബാഡ് പേരൻ്റ് എന്നൊന്നുമില്ല. യു നീഡ് ടു നിങ്ങളുടെ കുട്ടി ഈ കരിയറിൽ ഫോക്കസ്ഡ് ആയിരിക്കാൻ തന്നെ നിങ്ങളവരെ കൊച്ചിലെ തൊട്ട് ട്രെയിൻ ചെയ്യുക. ഞാൻ ഇനഫ് സമ്പാദിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഇതിൽ നിന്ന് കൂട്ടുന്ന ബിൽഡിംഗ് റെൻറ്റും ഇതിൽ നിന്ന് കിട്ടുന്ന അതും ഇതും ഒക്കെ മതി, നിനക്ക് സ്വന്തമായിട്ടൊരു കരിയർ വേണ്ട എന്നൊരു പേരൻറ്റും പഠിപ്പിക്കരുത്. ആ കാര്യത്തിന് ഞാൻ ഭയങ്കരമായിട്ട് എതിരാണ്. അത് നെക്സ്റ്റ് ഡ്രീം എന്ന് പറയുന്നത്, അപ്പോൾ കുട്ടിയുടെ ഡ്രീം അതാണെന്നുണ്ടെങ്കിൽ അതിന് ഇന്ന പോരായികയുണ്ട്. അവർക്ക് കൊച്ചു പ്രായത്തിൽ സോർട്ട് ഔട്ട് ചെയ്യാൻ പറ്റില്ല എന്നവരെ പറഞ്ഞ് മനസ്സിലാക്കുക. നിങ്ങളുടെ ഡ്രീം ഇതാണ്, നീ ഇത് ചൂസ് ചെയ്യുന്നെങ്കിൽ ഞാൻ സപ്പോർട്ട് ചെയ്യില്ല എന്നല്ല. നിൻ്റെ ഡ്രീം ഇതാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ കോൺസിക്വൻസസ് ഉണ്ട്. യു നീഡ് ടു സഫർ ദിസ് മച്ച് ആൻഡ് ദിസ് മച്ച്. ഇത്ര കാലം വരെ എനിക്ക് നിന്നെ സംരക്ഷിക്കാനോ ഫിനാൻഷ്യലി ആണെങ്കിലും ഇമോഷണലി ആണെങ്കിലും ഹെൽപ്പ് ചെയ്യാനേ പറ്റുള്ളൂ. യു നീഡ് ടു ബിക്കം ഇൻഡിപെൻഡൻറ്റ്. അത് അച്ചീവ് ചെയ്യാൻ ഞാൻ നിന്നെ സഹായിക്കാം എന്നതാണ് ഒരു റൈറ്റ് പേരൻറ്റിങ് എൻ്റെ വ്യൂ പോയിൻറ്റിൽ. എൻ്റെ അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും നിങ്ങളാണെങ്കിലും നമ്മുടെ കുട്ടികളാണെങ്കിലും പൈസ സമ്പാദിക്കുക എന്ന് പറയുന്നത് നമ്മളൊരു പരിധിവരെ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി തന്നെയാണ്. പക്ഷേ അതിലും ഇമ്പോർട്ടൻ്റ് ആണ് സമയം. ഐ റിപ്പീറ്റഡ്ലി സേ ദാറ്റ് മണിയേക്കാൾ ഇമ്പോർട്ടൻ്റ് ആണ് ഏതൊരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏതൊരു കാര്യത്തിലും സമയം. അതിൽ എൻ്റെ കുട്ടിക്ക് ഞാൻ സമയം സ്പെൻഡ് ചെയ്യുന്നു. അപ്പോൾ എബ്രോഡുള്ള പേരൻസ് ആണെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും വിളിച്ചിട്ട് ഒരു 10 മിനിറ്റ്സ് കുട്ടിയോട് സംസാരിക്കാം. 1 or 2 വട്ടം വിളിച്ചിട്ട് സംസാരിക്കണം. എല്ലാ പേരൻസിനും കൂടെ നിർത്തി വളർത്താനൊന്നും കഴിയില്ല. അപ്പോൾ എനിക്ക് തോന്നുകയാണ് ഐ ക്യാൻ ഡു, എന്താ പറയുന്നത്, എൻ്റെ കുട്ടിക്ക് കുറേ പറയാനുണ്ടാവും. അത് എപ്പോഴെങ്കിലുമൊക്കെ അതിനെ കേൾക്കുക, അതിന് കേൾവിക്കാരായിട്ടിരിക്കുക. ഒരു ഫാമിലിയോടും പേരൻസിനോടും ഒക്കെ ഡിറ്റാച്ച്ഡായിട്ട് ലൈഫിലൊരു കാലഘട്ടത്തിൽ ഞാൻ പോയിരുന്നു. അപ്പോൾ ഫാമിലി തന്നെ എന്നെ ഹെൽപ്പ് ചെയ്തു എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ എൻ്റെ ഫ്രണ്ട്സ് ആ സമയത്ത് എന്നെ കേൾക്കാൻ റെഡിയായിരുന്നു. കേൾക്കാൻ ഒരാളുണ്ടായിരിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്, എസ്പെഷ്യലി പേരൻറ്റിങ്ങിൽ. നിങ്ങളുടെ കുട്ടിക്ക് പറയാനുള്ളത് കേൾക്കുക, അതിന് ശേഷം മാത്രം കാര്യങ്ങൾ സോർട്ട് ഔട്ട് ചെയ്യുക. വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞാൽ അവരെല്ലാ കാര്യവും ഷെയർ ചെയ്യും. നിങ്ങളൊരു ജഡ്ജബിൾ പേരൻ്റ് അല്ല എന്നുണ്ടെങ്കിൽ, അതായത് നാളെ ഒരിക്കൽ ഇത് വെച്ചിരുന്നിട്ട് അന്നങ്ങനെ ചെയ്തില്ലേ എന്ന് ചോദിക്കുന്ന ഒരു പേരൻ്റ് അല്ല എന്നുണ്ടെങ്കിൽ കുട്ടി തീർച്ചയായിട്ടും നിങ്ങളോട് ഷെയർ ചെയ്യും. നോ പറയുക. നിങ്ങളുടെ കുട്ടി നോ പറയേണ്ടടുത്ത് നോ പറയാൻ പഠിക്കുക. നിങ്ങളുടെ കുട്ടിയോട് നിങ്ങൾ ആസ് എ പേരൻറ്റ് നോ പറയേണ്ടടുത്ത് നോ തന്നെ പറയുക. ഞാൻ പറഞ്ഞു എന്താ നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടോ? നിങ്ങളുടെ കുട്ടിക്ക് ഒരു ബാഡ് ടച്ച് ഉണ്ടായാൽ ഇറ്റ് ഹാപ്പൻ, നോ എന്ന് തന്നെ പറയാൻ പഠിപ്പിക്കുക. ബാഡ് ടച്ച് എന്താണെന്നും ഗുഡ് ടച്ച് എന്താണെന്നൊക്കെ ഇപ്പോൾ കുട്ടികൾ LKG ആകുമ്പോൾ തൊട്ടേ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ പഠിക്കുന്ന സമയത്ത് തന്നെ നോ എന്നൊരു വാക്ക്. അതേപോലെ ആസ് എ പേരൻറ്റ് ഇപ്പോൾ ഫോൺ എടുത്തോട്ടെ എന്ന് ചോദിക്കുമ്പോൾ അയ്യോ മോളെ ഇത് കുട്ടി അങ്ങനെ കുട്ടിക്ക് മെൻ്റൽ പ്രഷർ ഉണ്ടാവുമോ എന്ന് വിചാരിക്കരുത്. നോ, പറ്റില്ല. ബിക്കോസ് നിനക്ക് അലോ ചെയ്തിരിക്കുന്നത് ഇന്ന് 1 മണിക്കൂറാണ്, അത് കഴിഞ്ഞിരിക്കുന്നു. ബിക്കോസ് നിൻ്റെ ഐസൈറ്റിനെ ബാധിക്കുന്ന ഈ കുട്ടിയാണ്. പുറത്ത് പോട്ടെ, കുട്ടിയുടെ കൂടെ കളിച്ചോട്ടെ, കുട്ടിയുടെ കൂടെ നീ കളിച്ചോളൂ. പക്ഷേ ആ ബൗണ്ടറിക്കപ്പുറം പോകുമ്പോൾ കുറേ കാര്യങ്ങളുണ്ട്. സെറ്റ് ദ ബൗണ്ടറി ഫോർ ദ കിഡ്സ് ആൻഡ് സേ വെൻ എവർ ദേ നീഡ് ദ നോ. അവർക്ക് നോ ആണ് പറയേണ്ടത് എന്ന് നിങ്ങൾക്ക് ഉറച്ച വിശ്വാസമുള്ള സമയങ്ങളിൽ നോ തന്നെ പറയുക. അവർ നോ പറയേണ്ട സമയങ്ങളിൽ നോ തന്നെ പറയാൻ പഠിപ്പിക്കുക. ഹൗ മച്ച് അവർ ടെക്നോളജി, നമ്മുടെ ടെക്നോളജി എത്രമാത്രം നമ്മൾ പേരൻറ്റിങ്ങിനെ ഇൻവോൾവ് ചെയ്തിട്ടുണ്ടെന്ന് ചോദിച്ചാൽ, നമ്മൾ കാണുന്ന എല്ലാ ഇപ്പോൾ ഫാമിലീസിലും പേരൻ്റ് ഒരു ഫോണുമായിട്ടിരിക്കും, കുട്ടിയുടെ നിന്ന് കളിക്കുമായിരിക്കും, ഇടയ്ക്ക് കുട്ടി ഒന്ന് ശ്രദ്ധിക്കും. അല്ലാതെ ഇപ്പം ഞാൻ റൂട്ടീനിൽ പോകുന്ന സ്ഥലങ്ങളായ നമ്മൾ ഹോസ്പിറ്റലിലോ റിലേറ്റഡ് ടു ടെമ്പിൾസ് അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ പേരൻസ് എല്ലായ്പ്പോഴും ഫോണിലാണ്. കുട്ടികൾ കളിക്കുന്നു, കുട്ടികൾ അടുത്തൊരു കുട്ടിയായിട്ട് മിങ്കിൾ ചെയ്യുന്നു. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുട്ടി ജനിച്ചപ്പോൾ ഒരു പേരൻറ്റും ജനിച്ചു. കുട്ടിയോട് ടെക്നോളജിയോട് നോ പറയുന്നതിന് മുന്നേ നമ്മൾ ടെക്നോളജിയോട് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക. ഒരു ഫാമിലി കൾച്ചർ ഉണ്ടാക്കിയെടുക്കുക. ദർ ഈസ് എ പ്രെയർ ടൈം. അത് ഇന്ന ദൈവത്തെ ആരാധിക്കണമെന്ന് പറഞ്ഞ് കുഞ്ഞിനെ വിളിച്ചുകൊണ്ട് പോയി അവിടെ ഇരുത്തി പ്രാർത്ഥിപ്പിക്കണം എന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഒരു മെഡിറ്റേഷൻ ടൈമുണ്ട്, അപ്പോൾ നമ്മൾ ഫോൺ യൂസ് ചെയ്തില്ല. നമ്മളൊരു എല്ലാവരും ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്ന കൾച്ചറൊക്കെ ഇപ്പോൾ എല്ലാ ഫാമിലിയിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യില്ല എന്നൊരു പേരൻറ്റ് ഡിസൈഡ് ചെയ്യുക. അല്ലാതെ കുഞ്ഞിനെ കൊണ്ട് ഡിസൈഡ് ചെയ്യിക്കാൻ ശ്രമിക്കുകയല്ല ചെയ്യേണ്ടത്. ഒരു പേരൻറ്റ് ഫസ്റ്റ് ഓഫ് ഓൾ ഡിസൈഡ് ഫോർ ദാറ്റ്.
പേരൻ്റ് ഡിസൈഡ് ചെയ്യുന്ന സമയത്ത് തന്നെ കുഞ്ഞും ഡിസൈഡ് ചെയ്തിരിക്കുന്നു സത്യത്തിൽ. അതാണ് ആ പേരൻറ്റ് ചൈൽഡ് കണക്ഷൻ എന്ന് പറയുന്നത്. ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കിയെന്ന് എനിക്കറിയത്തില്ല. ഇമോഷൻസിനെ എങ്ങനെ കൺട്രോൾ ചെയ്യാം? ഫസ്റ്റ് ഓഫ് ഓൾ ഹങ്കർ. വിശക്കുമ്പോൾ കരയുന്ന കുട്ടികളാണെല്ലാം. നിർബന്ധം പിടിക്കും, വലിച്ചെറിയും. ഇക്കാര്യത്തിലൊന്നും ഞാൻ ഒട്ടും മോശക്കാരിയല്ലായിരുന്നേ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്ന ബിഹേവിയറിൽ കുട്ടികളെ ഇമോഷണൽ ഇൻ്റലിജൻസ് ട്രെയിൻ ചെയ്യുക തന്നെ വേണം. അതായത് ഇൻസൾട്ടിനെ എങ്ങനെ മാനേജ് ചെയ്യാം, അത് ആസ് എ ഗ്രോണപ്പ് ഞാനൊരു 10-27 വയസ്സായിട്ടാണ് പഠിച്ചത്. കാരണം ഇൻസൾട്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഇട്ട് പെരുപ്പിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ നിങ്ങളുടെ കുട്ടിയെ ഇൻസൾട്ടിനെ ഇഗ്നോർ ചെയ്യാൻ പഠിപ്പിക്കുക. അവർ ബോഡി ഷെയ്മിങ് ഉണ്ടാവും, കളർ ഷെയ്മിങ് ഉണ്ടാവും. അതൊരു വൈരാഗ്യമായിട്ട് മനസ്സിലിട്ടുകൊണ്ട് കിടന്നാൽ നമ്മൾ സ്വയം ഡീഗ്രേഡഡ് ആയി പോവുകയുള്ളൂ. അതിനെ ഇഗ്നോർ ചെയ്യാൻ, ആ വ്യക്തി അങ്ങനെയാണ്, അത് നമ്മുടെ കുഴപ്പമല്ല, നമ്മുടെ സ്കിൻ ടോണിൻ്റെ കുഴപ്പമല്ല, നമ്മുടെ ലാംഗ്വേജിൻ്റെ കുഴപ്പമല്ല, കുട്ടിയെ അത് പഠിപ്പിക്കുക. എങ്ങനെ ഫെയിലറിനെ, എങ്ങനെ റിലേഷൻഷിപ്പ് ഫെയിലർ ഉണ്ടായാൽ, ഫ്രണ്ട്ഷിപ്പിൽ ഒരാൾ ചതിച്ചാൽ എങ്ങനെ ഫസ്റ്റ് ഓഫ് ഓൾ ആങ്കർ മാനേജ്മെൻറ്റ്. അതായത് ഇതിനെല്ലാം നമ്മൾ ആദ്യം എടുക്കുന്ന ഒരു റിസൾട്ടാണ് ആങ്കർ. ഇപ്പോൾ ഞാൻ കോച്ചിൽ കേട്ടിട്ടുള്ള ആര്യ ഭയങ്കര ദേഷ്യക്കാരിയാണ്. നോട്ട് ലൈക്ക് ദാറ്റ്. ആര്യ എന്നല്ല, ഒരു കുഞ്ഞും ദേഷ്യക്കാരൊന്നുമല്ല. അവർ ഇൻസൾട്ടിനോട് റിയാക്ട് ചെയ്യുന്നതാണ് ദേഷ്യം. അവർക്ക് ഇമോഷണൽ ഇൻ്റലിജൻസ് ഇല്ല, മനസ്സിലായോ? കാര്യങ്ങൾ എങ്ങനെ ഹാൻഡിൽ ഇപ്പോൾ ഒരാൾക്ക് ദേഷ്യം വരുന്നത് അവരുടെ ഉള്ളിൽ ദേഷ്യം ഉള്ളുണ്ടല്ലോ, അവർ ട്രീറ്റ് ചെയ്യപ്പെടുന്നത് മോശമായതുകൊണ്ടാണ്. അപ്പം നിങ്ങളുടെ കുഞ്ഞിനെ അത് കൊച്ചിലെ ട്രെയിൻ ചെയ്തെടുത്താൽ അഡൽട്ടായി കഴിയുമ്പം ദ ബ്യൂട്ടിഫുൾ കിഡ് ക്യാൻ ഹാൻഡിൽ ദ ആങ്കർ ഇഷ്യൂസ്, ഹാൻഡിൽ ദ ഇമോഷൻസ്, ഹാൻഡിൽ ദ ഫെയില്യുവേഴ്സ്. പരാജയങ്ങൾ, മാർക്കിനോട്, ഫ്രണ്ട്ഷിപ്പിനോട്, ട്രെയിൻ കിട്ടാതെ പോയാൽ, ബസ് കിട്ടാതെ പോയാൽ, ഫ്ലൈറ്റ് മിസ്സായാൽ, ഇതെല്ലാം നമ്മൾ ജീവിതത്തിൽ ഹാൻഡിൽ ചെയ്യേണ്ട കാര്യം തന്നെയാണ്. ഇത് ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ. അൺകണ്ടീഷണൽ അല്ലെങ്കിൽ ഗോൾഡൻ റൂൾ ഓഫ് ദ പേരൻറ്റിങ് എന്താണെന്നറിയോ? അൺകണ്ടീഷണൽ ലവ്. മാർക്ക് കിട്ടിയാലും ഇല്ലെങ്കിലും, നീ സക്സസ്ഫുൾ ആയാലും ഇല്ലെങ്കിലും, നിൻ്റെ വീട് എന്ന് പറയുന്നത് നിനക്ക് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ കയറി വരാനുള്ള, നിനക്ക് റെസ്റ്റ് ചെയ്യാനുള്ള സ്ഥലമാണ് എന്ന് ബോധിപ്പിക്കുക. ആ ബോധ്യം അവർക്ക് എന്നും ഉണ്ടായിരിക്കണം. കുട്ടി ഫോളോ ചെയ്യേണ്ട കാര്യങ്ങൾ കുട്ടി എങ്ങനെ ആയിരിക്കണം, ആദ്യം അത് നമ്മൾ ഫോളോ ചെയ്യുക. ഞാൻ ഡെയിലി ഐസ്ക്രീം കഴിച്ചിട്ട് എൻ്റെ കുട്ടിയുടെ അടുത്ത് ഐസ്ക്രീം കഴിക്കലെന്ന് പറഞ്ഞാൽ കുട്ടി കേൾക്കാൻ പോകണില്ലേ? നിങ്ങളുടെ പേരൻസും അതേപോലെ തന്നെ ഡെയിലി ഷുഗർ കഴിക്കുന്നവരാണ്. നമ്മൾ ഷുഗർ കഴിക്കും, കുറച്ച് 35 വയസ്സാകുമ്പോൾ ഡയബറ്റിക് ആവും. അങ്ങനെയല്ല, നമ്മളത് ഫാമിലി ആയിട്ട് കുറച്ചുകൊണ്ട് വരിക. ഈറ്റിംഗ് ഹാബിറ്റ് മാത്രമല്ല ഞാൻ പറഞ്ഞത്, ബിഹേവിയർ ടു. ഡിസിപ്ലിൻ നൽകുക. ഡിസിപ്ലിൻ വേണം, പക്ഷേ ഹ്യൂമിലിയേഷനായി പോകരുത്. ഫെയില്യൂറിനെ ജീവിതത്തിൻ്റെ പാർട്ടാക്കുക. രാവിലെ സ്കൂൾ ബസ് കിട്ടാതിരിക്കാം, നിങ്ങളെങ്ങനെ മാനേജ് ചെയ്യുന്നു അതായിരിക്കും കുട്ടി കണ്ടുപിടിക്കുന്നത്. നിങ്ങളുടെ ഓഫീസിൽ ഉള്ള പ്രഷേഴ്സ് നിങ്ങൾ വീട്ടിൽ വന്നിട്ട് എങ്ങനെ മാനേജ് ചെയ്യുന്നു അത് കുട്ടി കണ്ടുപിടിക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ സാരി യൂസ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഞാനിപ്പോൾ സാരിയിൽ ആദ്യം ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ റഫ്ലി ഈ സേഫ്റ്റി പിൻ വെച്ച് കുത്തിയ ശേഷം പിൻ ചെയ്തിട്ട് ഞാൻ അയൺ ചെയ്യും. അയൺ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും സാരി ഉടുക്കുമ്പോൾ പെർഫെക്റ്റ് ആയിരിക്കും. അതർവൈസ് എനിക്ക് സാരി ഉടുത്ത് ടൈമിൽ ഇറങ്ങാൻ പറ്റത്തില്ല. ഇത് ഞാൻ എൻ്റെ കുഞ്ഞു പ്രായത്തിലെ ഒരു 4 or 5 years ഉള്ളപ്പോൾ ഞാൻ എൻ്റെ അമ്മ എങ്ങനെ ചെയ്യുന്നത് കണ്ടുപിടിച്ച് അമ്മ അങ്ങനെ ചെയ്തിട്ട് അയൺ ചെയ്ത് ഡ്രസ്സിങ് സ്റ്റാൻഡിൽ ഇട്ടിരിക്കും. അപ്പോൾ അമ്മയ്ക്ക് രാവിലെ ഇത് എന്താ പറയുക, സാരി ഉടുക്കാൻ ഭയങ്കര എളുപ്പമായിരിക്കും, എസ്പെഷ്യലി കോട്ടൺ സാരീസ്. എല്ലാവരും ചെയ്യണം, എല്ലാവർക്കും ഇതിനൊന്നും സമയം ഉണ്ടെന്നല്ല. ബട്ട് നമ്മളൊരു പേരൻ്റായി ജനിച്ചിരിക്കുകയാണ്. ഒരു പേരൻ്റ് ഇപ്പോൾ നിങ്ങൾക്ക് 30-ലായിരിക്കും, 50-ലായിരിക്കും, 40-ലായിരിക്കും നിങ്ങൾക്കൊരു കുഞ്ഞുണ്ടായിരിക്കുന്നത്. പക്ഷേ ആ സമയത്ത് നമ്മൾ പേരൻ്റായിട്ട് ജനിക്കുന്നത്, അതുവരെയും നമ്മൾ വേറെ അഡൽട്ട് ഹുഡിക്കടാണ് പോണത്. മാർക്ക് എന്ന് പറയുന്നത് മാനദണ്ഡം തന്നെയാണ് എന്ന് കുട്ടിയെ മനസ്സിലാക്കുക. മാർക്കിന് പ്രഷർ ചെയ്യുന്നത് നിന്നോട് വ്യക്തിവിരോധം ഉള്ളത് കൊണ്ടല്ല, നിൻ്റെ കോൺഫിഡൻസിനെ തകർക്കാനല്ല, നിനക്ക് വാല്യൂ ഇല്ലാത്തതുകൊണ്ടല്ല. പക്ഷേ മാർക്കെന്ന് പറയുന്നത് ഒരു കോമൺ സ്ട്രാറ്റജിയാണ്. ഇപ്പം ഞാൻ എത്ര മിടിക്കുകയാണെങ്കിലും, ഞാൻ നല്ല ഓട്ടക്കാരിയാണെങ്കിലും, ഞാൻ ഏതെങ്കിലും ഒരു കോമ്പറ്റീഷനോ ഓടി ജയിച്ചിട്ടില്ല, പക്ഷേ ഞാൻ നല്ല ഓട്ടക്കാരിയാണ് പറയുന്നത് കാര്യമുണ്ടോ? ഇല്ല. അപ്പോൾ ആ മാർക്കെന്ന് പറയുന്നത്
60 സ്റ്റുഡൻസ് ഉള്ള ഒരു ഇതിൽ ടീച്ചറിന് എല്ലാവരുടെയും ക്യാരക്ടറെ പഠിക്കാനോ ആ സ്കൂളിന് എല്ലാവരുടെയും ക്യാരക്ടറെ പഠിക്കാനോ ഉള്ള സമയമില്ല അല്ലേ. നമുക്ക് ഒരു നിശ്ചിത സമയമല്ലേ കിട്ടുന്നുള്ളൂ. ഒരു ടീച്ചറിന് ഒരു കിഡിന് 40 മിനിറ്റ് കിട്ടുന്നുള്ളൂ. അപ്പോൾ മാർക്കെന്ന് പറയുന്നത് നിന്നെ മനസ്സിലാക്കാനുള്ള ഒരു ക്രൈറ്റീരിയയാണ് എന്ന് കരുതി അത് നിൻ്റെ ജീവിതത്തിൻ്റെ എൻഡല്ല. ലാസ്റ്റ് ഞാൻ പറഞ്ഞു നിർത്താൻ ഉദ്ദേശിക്കുന്നത്, ഇംപെർഫെക്റ്റ് ലൈഫ് അല്ലെങ്കിൽ ഫെയിലിയേഴ്സിനെ തരണം ചെയ്യേണ്ട ജീവിതത്തിൽ നമ്മളില്ലാഴികയിൽ നമ്മളുടെ കുഞ്ഞ് ജീവിക്കണം എന്ന് മനസ്സിലാക്കി നമ്മളുടെ ആബ്സെൻസിൽ സൊസൈറ്റിയോട് ഫാമിലിയിൽ ഒക്കെ നമ്മുടെ കുട്ടിക്ക് ഐഡൻറ്റിറ്റി വേണം. നമ്മുടെ കുട്ടി ജീവിക്കണം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ കുഞ്ഞിന് ഐഡൻറ്റിറ്റി വേണം, വ്യക്തിയായിരിക്കണം. അപ്പോൾ ഡിസിപ്ലിൻഡ് ആയിരിക്കണം. മറ്റൊരാൾക്കോ സൊസൈറ്റിക്കോ ഇപ്പോൾ ഡ്രഗ്സൊക്കെ യൂസ് ചെയ്യുന്ന എല്ലാവരും തന്നെ സൊസൈറ്റിക്ക് ഉപദ്രവകാരികളാണ്. ഡ്രഗ്സിൻ്റെ കച്ചവടം കൂടി വരുന്നു, തൂഫാൻ ഒന്നും എങ്ങും എത്താതെ നിൽക്കുന്നു അല്ലേ, ഇങ്ങനെ ഇല്ലേ. അപ്പോൾ അങ്ങനെ ഒന്നും അല്ല. അപ്പോൾ നമ്മുടെ കുട്ടി നല്ലൊരു ഇൻഡിപെൻഡൻറ്റ് ക്യാരക്ടറായിട്ട് ഇൻഡിപെൻഡൻറ്റ് ഐഡൻറ്റിറ്റിയുള്ള സക്സസ്ഫുൾ പേഴ്സൺ ഇൻ ദ ലൈഫ് എന്ന് പറയുന്നതിൽ ഫിനാൻഷ്യലി ബെറ്റർ അല്ലെങ്കിൽ കരിയറിൽ ബെറ്റർ എന്നതിലപ്പുറം മറ്റൊരാൾക്ക് ഉപദ്രവമില്ലാതെ ഉപകാരം മാത്രമുള്ള നല്ലൊരു സാമൂഹ്യ ജീവിയാകണം എന്നുണ്ടെങ്കിൽ അവർ സ്വയം കുട്ടിക്കാലം തൊട്ടേ റിസ്ക് എടുത്ത് അവനവൻ്റെ ജീവിതങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പഠിക്കട്ടെ. ജീവിതത്തിൻ്റെ ഒരു ഘട്ടത്തിൽ അവരുടെ ജീവിതത്തിലേക്ക് വേണമെങ്കിൽ ഒരു പാർട്ട്ണർ വരും. അവരെ അക്സെപ്റ്റ് ചെയ്യാൻ അഡാപ്റ്റീവായിരിക്കണം. കരിയറിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ കുറേ പേരുള്ളൊരു ടീമിനോട് ബിഹേവ് ചെയ്യാൻ റെഡി ആയിരിക്കണം. അവർ പേഴ്സണൽ സ്പേസിലേക്ക് ഇടപെടും. ബൗണ്ടറി സെറ്റ് ചെയ്യാൻ റെഡി ആയിരിക്കണം. അപ്പോൾ നമ്മളുടെ കുട്ടി ഇതൊക്കെ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റില്ല. ഇതൊന്നും നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അവിടെ ഒന്നും തളരാതിരിക്കണമെങ്കിൽ ഇന്നേ കുഞ്ഞു തളർച്ചകൾ അവൻ അല്ലെങ്കിൽ അവൾ തന്നെ മാനേജ് ചെയ്ത് പഠിക്കട്ടെ. അതിനുള്ളൊരു അവസരം എല്ലാ പേരൻസും, ഒരു പേരൻറ്റിങ്ങും തെറ്റല്ല. സക്സസ്ഫുൾ പേരൻ്റ് ആവുക എന്നതിൽ നമ്മളെല്ലാവരും ഡെയിലി ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളതിൽ സക്സസ്ഫുൾ ആകട്ടെ. താങ്ക് യു. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ടും എൻ്റെ വ്യൂ പോയിൻറ്റ്സുമായിട്ടും നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. താങ്ക് യു.